ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി. മലപ്പുറത്ത് ജംഷീർ, എന്താണ് ഈ പരാതി? നിഷാദ്, പെരിന്തൽമണ്ണയിൽ താമസിക്കുന്ന ആലപ്പുഴ സ്വദേശിനിയായ സലീനയാണ് ഈ പരാതിക്കാരി. ഇവർ ആലപ്പുഴ സ്വദേശികളാണ്, പക്ഷെ പെരിന്തൽമണ്ണയിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. ഇവരുടെ മകൾ ആസിയ, 23-കാരിയായ ആസിയ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പരാതി. തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള ഒരു ആരോപണം കാര്യം ഇവർ പറയുന്നത്. 2024 ഓഗസ്റ്റ് 25-നായിരുന്നു ഈ പെൺകുട്ടി മരിക്കുന്നത്. ഇവരെ കല്യാണം കഴിച്ച് ആലപ്പുഴയ്ക്ക് കല്യാണം കഴിച്ച് അയച്ചതായിരുന്നു. അവർ 4 മാസത്തിന് ശേഷമാണ് മരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മരണത്തിൽ സംശയമില്ലായിരുന്നു. പിന്നീട് സംശയം തോന്നിയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആലപ്പുഴ ഡിവൈഎസ്പി നേരിൽ കണ്ട് പരാതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി. ആദ്യഘട്ടത്തിൽ ഇവരെ പരാതി അല്ലെങ്കിൽ ഇവരൊപ്പം നിൽക്കാമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും പിന്നീട് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലെ ഡിവൈഎസ്പിയുടെ അടുത്തേക്ക് പരാതിയുമായി പോയപ്പോൾ ഈ പരാതി തന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയും തങ്ങൾക്ക് ഇനി ഇതിൽ ഒന്നും ചെയ്യാനില്ല, ഇത് ഒക്കെ എല്ലാം ഒത്തുതീർപ്പാക്കിയതാണെന്ന്, നീതി വേണമെങ്കിൽ കോടതിയിൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് ആട്ടിയിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. 28 പവൻ സ്വർണ്ണാഭരണവും ഒരു മാരുതി കാർ, ബലോന കാറും 3 ലക്ഷം രൂപയായി നൽകിയിരുന്നു. ഇതിൽ കാറ് തിരികെ നൽകി, എന്നാൽ സ്വർണ്ണാഭരണം അടക്കമുള്ള തിരികെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് വാങ്ങിത്തരാമെന്ന് പോലീസ് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് പോലീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികമോ മറ്റോ ശേഷിയോ തനിക്കില്ല. പക്ഷേ ഈ ഡിവൈഎസ്പിക്കെതിരെ, മധു ബാബുവിനെതിരെ നിരന്തരമായി ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ശുഭാദൃശ്യങ്ങളുമായി നിരന്തര വാർത്തകളും മറ്റും പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ തനിക്കുണ്ടായ ദുരനുഭവം, തനിക്കുണ്ടായ നീതി നിഷേധത്തെ കുറിച്ച് ഇപ്പോൾ തുറന്നു പറയുകയാണെന്നാണ് ഇവർ പറയുന്നത്. ശരി ശരി.